Welcome to this presentation. I am Vipula, Kulamandam Government ITയിലെ ജൂനിയർ ഇൻസ്ട്രക്ടറാണ്. നമ്മൾ ഈ വീഡിയോയിൽ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് കോമൺ കളക്ടർ ആംപ്ലിഫയർ. കോമൺ കളക്ടർ ആംപ്ലിഫയർ അല്ലെങ്കിൽ എമിറ്റർ ഫോളോവർ. ഇതിൻ്റെ ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്നത് അതിൻ്റെ ബേസിലേക്കും ഔട്ട്പുട്ട് നമ്മൾ എടുക്കുന്നതിൻ്റെ എമിറ്റർ എന്നുമായിരിക്കും. അതായത് അതിൻ്റെ കളക്ടർ ടെർമിനൽ എന്ന് പറയുന്നത് ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും കോമൺ ആയിട്ടായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ഒരു സർക്യൂട്ട് നോക്കിയാൽ മനസ്സിലാവും നമുക്ക് ഇൻപുട്ട് കൊടുക്കുന്നതിൻ്റെ ബേസിലേക്ക് നമ്മൾ ഔട്ട് എടുക്കുന്നത് ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്ററിൽ നിന്ന്. അതൊരു കോമൺ കളക്ടർ ആംപ്ലിഫയറിൻ്റെ സർക്യൂട്ട് ഡയഗ്രാമാണ്. ഇത് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള R1, R2 എന്ന് പറയുന്ന റെസിസ്റ്റൻസ് നമ്മൾ വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്കാണ്. ഈ ഒരു റെസിസ്റ്റേഴ്സാണ് നമ്മൾ ട്രാൻസിസ്റ്ററിന് ആവശ്യമുള്ള ബയാസ് വോൾട്ടേജ് പ്രൊവൈഡ് ചെയ്യുന്നത്. ബയാസ് വോൾട്ടേജിൻ്റെ ഇക്വേഷനാണ് VB = VCC × R2/R1+R2. വോൾട്ടേജ് ഡിവൈഡർ റൂൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ VBയുടെ ഇക്വേഷൻ ഉണ്ടാക്കിയിട്ടുള്ളത്. കളക്ടർ ടെർമിനൽ ഒരു സർക്യൂട്ട് നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ കളക്ടർ ടെർമിനൽ ഡയറക്റ്റ് കണക്റ്റഡ് ടു ദി VCC ആണ്. അതായത് അവിടെ റെസിസ്റ്റർ ഒന്നും ഇല്ല. അതായത് RCയുടെ വാല്യൂ എന്ന് പറയുന്നത് കളക്ടർ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. എന്തെങ്കിലും ഒരു കളക്ടർ കറണ്ട് എനി കളക്ടർ കറണ്ട് വിൽ ജനറേറ്റ് എ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ദി എമിറ്റർ റെസിസ്റ്റർ RE. അപ്പോൾ നമ്മളിവിടെ ഉണ്ടാകുന്ന കളക്ടർ കറണ്ട് എമിറ്റർ റെസിസ്റ്ററിൽ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാക്കിയാൽ ആ ഒരു വോൾട്ടേജ് ഡ്രോപ്പാണ് നമ്മളുടെ ആ ഒരു ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ്. അതുകൊണ്ടാണ് നമ്മൾ അതിന് എഴുതുന്ന VE = Vout. കളക്ടർ കറണ്ട് എമിറ്റർ റെസിസ്റ്ററിൽ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാക്കിയാൽ അതായിരിക്കും നമ്മളുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് ആയിട്ട് വരിക. എപ്പോഴും ബേസ് എമിറ്റർ ജംഗ്ഷൻ നമ്മൾ ഫോർവേഡ് ബയാസ് ആകും. അപ്പോൾ ബേസ് കറണ്ട് എന്ന് പറയുന്നത് ഫ്ലോയിങ്സ് ടു ദി എമിറ്റർ കോസിങ് എ മച്ച് ലാർജ് കളക്ടർ കറണ്ട് IC. നമ്മൾ ബേസ് എമിറ്റർ ജംഗ്ഷനെ ഫോർവേഡ് ബയാസ് ആക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ബേസ് കറണ്ടൊക്കെ നമ്മൾ എമിറ്ററിലേക്ക് മൂവ് ചെയ്യും. ആ ഒരു മൂവ് ചെയ്യുന്ന കാരണം നമുക്ക് കളക്ടർ കറണ്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഹയർ ആവും. എപ്പോഴും ഒരു ട്രാൻസിസ്റ്ററിൻ്റെ ബേസ് കറണ്ട് എന്ന് പറയുന്നത് ബാക്കി എമിറ്റർ ആൻഡ് കളക്ടർ കറണ്ടിനെ അപേക്ഷിച്ചിട്ട് എക്സ്ട്രീംലി സ്മോൾ ആയിരിക്കും. നമുക്കറിയാം IE = IB + IC ആണ്. അപ്പോൾ ബേസ് കറണ്ടിൻ്റെ വാല്യൂ വളരെ ചെറുതാവുമ്പോൾ IE എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ദി കളക്ടർ കറണ്ട്. എമിറ്റർ കറണ്ടും കളക്ടർ കറണ്ടും അപ്രോക്സിമേറ്റ്ലി ഈക്വൽ വാല്യൂസ് ആവും. ഈ ഒരു കോമൺ കളക്ടർ ആംപ്ലിഫയറിൻ്റെ ആംപ്ലിഫയർ ഔട്ട്പുട്ട് നമ്മൾ എടുക്കുന്നത് അതിൻ്റെ എമിറ്റർ റീജിയൻ എന്നാണ്. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് കോൺഫിഗറേഷന്, അതായത് എമിറ്ററിൽ ലോഡ് കണക്ട് ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഔട്ട്പുട്ട് എടുക്കുന്ന ആ ഒരു ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷൻ വിളിക്കുന്ന പേരാണ് എമിറ്റർ ഫോളോവർ. ഇതിന് എമിറ്റർ ഫോളോവർ എന്ന് വിളിക്കാനുള്ള മെയിൻ റീസൺ എന്ന് വെച്ചാൽ എമിറ്ററിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന അതിൻ്റെ ബേസിൽ കൊടുക്കുന്ന ഇൻപുട്ട് സിഗ്നലിനായിരിക്കും. ഇപ്പോൾ എന്തെങ്കിലും ഒരു ചേഞ്ച് ആ ബേസിൽ കൊടുക്കുന്ന ഇൻപുട്ട് സിഗ്നൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഒരു ചേഞ്ച് നമ്മൾ എമിറ്ററിലുള്ള ഔട്ട്പുട്ടിനെ ബാധിക്കും. അതുകൊണ്ടാണ് അതിനെ എമിറ്റർ ഫോളോവർ എന്ന് വിളിക്കുന്നത്. നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് നമ്മൾ എത്രയാണോ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത് അതിൻ്റെ ഒരു 98 to 99% ആയിരിക്കും നമുക്ക് ഔട്ടിൽ കിട്ടുക. അതായത് നമ്മൾ 100% ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു 98 മുതൽ 99% വരെ നമുക്ക് ആ ഒരു സിഗ്നൽ നമുക്ക് ഔട്ടിൽ കിട്ടും. എന്ന് വെച്ചാൽ അതിൻ്റെ വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത് യൂണിറ്റ്, അഥവാ ഗെയിൻ എന്ന് പറയുന്നത് വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത് വാല്യൂ 1 ആയിരിക്കും. ഇൻപുട്ട് സിഗ്നലും ഔട്ട്പുട്ട് സിഗ്നലും ഇൻ ഫേസ് ആണ്. നമ്മൾ കോമൺ എമിറ്ററിൽ പറഞ്ഞതാണ്, അത് 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് ആണ്. എന്ന സമയത്ത് കോമൺ കളക്ടർ ആംപ്ലിഫയറിൽ ഇൻപുട്ട് സിഗ്നലും ഔട്ട്പുട്ട് സിഗ്നലും ഇൻ ഫേസ് ആയിരിക്കും. ഇതാണ് നമ്മൾ വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്ക്. നമ്മൾ Vout എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ്, VCC എന്ന് പറഞ്ഞ വോൾട്ടേജ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ R2/R1+R2. നമ്മൾ ബേസിൽ കൊടുക്കുമ്പോഴും ഇതേ ഒരു സെയിം ഇക്വേഷൻ. അപ്പോൾ നമ്മൾ ബേസിൽ എന്തെങ്കിലും ഒരു വോൾട്ടേജിന് കൊടുത്ത സിഗ്നലിന് എന്തെങ്കിലും ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ആ ഒരു ചേഞ്ച് നമ്മൾ നേരെ നമ്മൾ ഔട്ട്പുട്ടിന് ചേഞ്ച് വരുത്തും. അതുകൊണ്ടാണ് അതിനെ നമ്മൾ എമിറ്റർ ഫോളോവർ എന്ന് വിളിക്കുന്നത്. കോമൺ കളക്ടർ ആംപ്ലിഫയറിൻ്റെ വോൾട്ടേജ് ഗെയിൻ്റെ ഇക്വേഷനാണ്. Vout എന്ന് പറയുന്നത് Vനെ നമ്മൾ അപ്ലൈ ചെയ്ത വോൾട്ടേജ് ഇൻറ്റു RE/RE+RE. RE- എന്ന് പറയുന്നത് ട്രാൻസിസ്റ്ററിൻ്റെ AC എമിറ്റർ റെസിസ്റ്റൻസിനെയാണ് നമ്മൾ RE- എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എമിറ്റർ എന്നാണ് നമ്മൾ ഔട്ട് എടുക്കുന്നത് പറഞ്ഞു. അപ്പോൾ വോൾട്ടേജ് ഡിവൈഡർ ഇക്വേഷൻ വെച്ചിട്ട് Vin × RE/RE+RE. നമുക്കറിയാം നമ്മൾ വോൾട്ടേജ് ഗെയിൻ ഇക്വേഷൻ AV = Vout/Vin ആണ്. ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ഇൻപുട്ട് വോൾട്ടേജ്. ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ ഇക്വേഷൻ നമ്മളിപ്പോൾ എഴുതി Vin × RE
പ്ലസ് ആർ ഇ ഡാഷ് പ്ലസ് ആർ ഇ എന്ന് എഴുതി. അപ്പോൾ നമ്മൾ വി ഔട്ടിന് എന്ത് എഴുതാം? നമ്മൾ വി ഔട്ട് എടുക്കുന്നത് നമ്മൾ ഔട്ട്പുട്ട് സെക്ഷനിലാണ്. അപ്പോൾ നമ്മൾ വി ഔട്ടിൻ്റെ ഇക്വേഷൻ അതുപോലെ എഴുതുക. ഇൻപുട്ടിൻ്റെ ഇക്വേഷൻ എഴുതി. അപ്പോൾ നമ്മൾ വിനും വി ഔട്ടിലൊരു വീനുണ്ട്, നമ്മൾ താഴെ ഡിനോമിനേറ്ററിലൊരു വീനുണ്ട്. അപ്പോൾ രണ്ടും ക്യാൻസലായിട്ട് ബാലൻസ് എന്ത് വരും? ഐ ഇ ഇൻറ്റു ആർ ഇ ഡിവൈഡ് ബൈ ഐ ഇ ഇൻറ്റു ആർ ഇ ഡാഷ് പ്ലസ് ആർ ഇ എന്ന് വരും. അപ്പോൾ ഈ ഒരു ഇക്വേഷന് നമുക്ക് എന്താ എഴുതാം? ആർ ഇയുടെ വാല്യൂ എന്ന് പറയുന്നത് ആർ ഇ ഡാഷിനെ അപേക്ഷിച്ചിട്ട് മച്ച് ഗ്രേറ്റർ ആണ്. അതായത് ആർ ഇ ഡാഷിൻ്റെ വാല്യൂ വളരെ ചെറുതായതുകൊണ്ട് ആർ ഇ ഡാഷ് പ്ലസ് ആർ ഇന് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എന്തെഴുതാം? ആർ ഇ എന്ന് എഴുതാം. ദെൻ ഐ ഇ എന്ന് പറയുന്നത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കോമൺ ആയിട്ട് വരുന്ന ടൈമാണ്. അത് ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് എന്തെഴുതാം? ബാലൻസ് ആർ ഇ ബൈ ആർ ഇ ഈക്വൽ ടു 1. അതായത് വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത് കോമൺ കളക്ടറിൻ്റെ അപ്രോക്സിമേറ്റ്ലി 1 ആണ്, യൂണിറ്റി ആണെന്ന് നമുക്ക് പറയാം. കറണ്ട് ഗെയിനാണ് കോമൺ കളക്ടറിൻ്റെ കറണ്ട് ഗെയിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക ഗാമ എന്ന് പറഞ്ഞ ഇലക്ട്രോണിനാണ്. ഔട്ട്പുട്ട് കറണ്ട് ബൈ ഇൻപുട്ട് കറണ്ട്. ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറയുന്നത് എമിറ്റർ കറണ്ടാണ്, ഇൻപുട്ടിലുള്ളത് ബേസ് കറണ്ടാണ്. അപ്പോൾ ഡെൽറ്റ ഐ ഇ ബൈ ഡെൽറ്റ ഐ ബി. ഈ കളക്ടർ കറണ്ടും എമിറ്റർ കറണ്ടും ഓൾമോസ്റ്റ് ഈക്വൽ ആയിരിക്കും എപ്പോഴും. അപ്പോൾ ഗാമ എന്ന് പറഞ്ഞത് എന്ത് എഴുതി? ഐ ഇ ബൈ ഐ ബി എന്ന് എഴുതി. ആൽഫ എന്ന് പറയുന്നത് കോമൺ ബേസിൻ്റെ കറണ്ട് ഗെയിനാണ്. കോമൺ ബേസ് എന്ന് പറയുമ്പോൾ അറിയാം, ബേസ് കോമൺ. അപ്പോൾ എന്ത് ചെയ്യും? ഐ സി എന്ന് പറയുന്നത് ഔട്ട്പുട്ട് കറണ്ടും ഐ ഇ എന്ന് പറയുന്നത് അതിൻ്റെ ഇൻപുട്ട് കറണ്ടും. ഇനി ഇത് രണ്ടും തമ്മിലുള്ള റിലേഷനാണ് നമ്മളിനി ഈ ഒരു സെക്ഷനിൽ നോക്കുന്നത്. അപ്പോൾ ഐ ഇ എന്ന് പറയുന്നത് ടോട്ടൽ എമിറ്റർ കറണ്ട് എന്ന് പറയുന്നത് ബേസ് കറണ്ടിൻ്റെയും കളക്ടർ കറണ്ടിൻ്റെ സമ്മാണ്. ഇപ്പോൾ ഡെൽറ്റ ഐ ഇ എന്ന് പറഞ്ഞാൽ എന്താ? ഡെൽറ്റ ഐ ബി പ്ലസ് ഡെൽറ്റ ഐ സി. ഇതെന്ന് ഡെൽറ്റ ഐ ബി എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ഐ ഇ മൈനസ് ഡെൽറ്റ ഐ സി എന്ന് എഴുതി. ജസ്റ്റ് അതൊന്ന് ഒരു ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് ഉണ്ടായപ്പോഴേക്കും എന്തായി? ഐ ബി ഈക്വൽ ടു ഐ ഇ മൈനസ് ഡെൽറ്റ ഐ സി എന്നായി. ഇനി നമ്മൾ ഡെൽറ്റ ഐ ബിയുടെ വാല്യൂ നമ്മുടെ ഗാമയുടെ ഇക്വേഷനിൽ കൊടുക്കുക. ഗാമ ഈക്വൽ ടു ഡെൽറ്റ ഐ ഇ ബൈ ഡെൽറ്റ ഐ ബി ആണ്. അപ്പോൾ ഡെൽറ്റ ഐ ഇക്ക് നമ്മൾ ഡെൽറ്റ ഐ എന്ന് എഴുതുക. ഡെൽറ്റ ഐ ബിയുടെ വാല്യൂ നമ്മൾ ഡെൽറ്റ ഐ ഇ മൈനസ് ഡെൽറ്റ ഐ സി എന്ന് എഴുതുക. ഈ ഒരു ഇക്വേഷനെ നമ്മൾ ഡെൽറ്റ ഐ കൊണ്ട് ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഡെൽറ്റ ഐ ഇ ബൈ ഡെൽറ്റ ഐ ഇ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ഐ ഇ ബൈ ഡെൽറ്റ ഐ ഇ മൈനസ് ഡെൽറ്റ ഐ സി ബൈ ഡെൽറ്റ ഐ ബി. ബാക്കി രണ്ട് ടേംസ് എന്ത് വരും? 1 വരും. ലാസ്റ്റ് ടേമിന് എന്ന് പറഞ്ഞാൽ ഐ സി, ഡെൽറ്റ ഐ സി ബൈ ഡെൽറ്റ ഐ ഇ എന്ന് പറയുന്നത് നമ്മൾ ആൽഫയുടെ വാല്യൂ ആണ്. അപ്പോൾ ഗാമ ഈക്വൽ ടു എന്ത് എഴുതാം? 1/1 മൈനസ് ആൽഫ. ഇൻപുട്ട് ഇമ്പിഡൻസ് ആണ്. ഇൻപുട്ട് ഇമ്പിഡൻസിൻ്റെ ഇക്വേഷൻ സെറ്റിൻ ഈക്വൽ ടു ബീറ്റ ഇൻറ്റു ആർ ഇ പ്ലസ് ആർ ഇ ഡാഷ്. ആർ ഇ എന്ന് പറയുന്നത് എമിറ്റർ റെസിസ്റ്റൻസ് ആണ്. ആർ ഇ ഡാഷ് എന്ന് പറയുന്നത് എ സി എമിറ്റർ റെസിസ്റ്റൻസ് ആണ്. ആർ ഇ ഡാഷിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ആർ ഇനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറുതായതുകൊണ്ട് നമുക്ക് അതിൻ്റെ വാല്യൂ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്തിട്ട് എന്ത് എഴുതാം? സെറ്റിൻ ഈക്വൽ ടു ബീറ്റ ഇൻറ്റു ആർ ഇ എന്ന് എഴുതാം. നമ്മളിപ്പോഴും ഇൻപുട്ട് ഇമ്പിഡൻസ് പറയുന്നത്. അപ്പോൾ ഇൻപുട്ട് ഇമ്പിഡൻസ് എന്ന് പറയുമ്പോൾ എമിറ്റർ റെസിസ്റ്റൻസിനും ഇൻഫ്ലുവൻസ് ഉണ്ട്. അതുപോലെ തന്നെ അവിടെ ഒരു ബയാസിങ്, ഡി സി ബയാസിങ് റെസിസ്റ്റൻസ് ആയിട്ടുള്ള ആർ ബിയും ഇൻപുട്ട് ഇമ്പിഡൻസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സെറ്റ് എന്ന് പറഞ്ഞിട്ട് എന്ത് എഴുതാം? ആർ ബി പാരലൽ ടു ബീറ്റ ഇൻറ്റു ആർ ഇ ഡാഷ് പ്ലസ് ആർ ഇ എന്ന് എഴുതാം. ആർ ഇ ഡാഷ് നെഗ്ലക്റ്റ് ചെയ്തിട്ട് ഇൻപുട്ട് ഇമ്പിഡൻസ് സെറ്റിൻ ഈക്വൽ ടു ആർ ബി പാരലൽ ടു ബീറ്റ ഇൻറ്റു ആർ ഇ എന്ന് എഴുതാം. നമ്മൾ ഈ ഒരു ഇമ്പിഡൻസ് മാച്ചിങ്ങിനൊക്കെ നമ്മൾ കോമൺ കളക്ടർ സർക്യൂട്ട് എടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഹൈ ഇമ്പിഡൻസ് ഇൻപുട്ട് ആയിരിക്കും, അതായത് ഹൈ ഇമ്പിഡൻസ് സോഴ്സ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ വാല്യൂ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു എമിറ്റർ ഫോളോവർ ഹൈ ഇമ്പിഡൻസ് സോഴ്സുമായിട്ട് മാച്ചിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ആർ ബി, അതായത് ഡി സി ബയാസിങ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എടുക്കണം. ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ഓഫ് എമിറ്റർ ഫോളോവർ ആണ്. ഈ ഒരു ഫിഗർ നോക്കുക. ഫിഗർ എന്ന് പറയുന്നത് ഈക്വാലൻസ് സർക്യൂട്ടാണ് വരച്ചിട്ടുള്ളത്. എ സി ഈക്വാലൻസ് സർക്യൂട്ടാണ് നമ്മൾ ഈ ഒരു ഫിഗറിലുള്ളത്. അപ്പോൾ സെറ്റ് ഔട്ട് എന്ന് പറയുന്നത് നമ്മൾ രണ്ട് ഇമ്പിഡൻസ് ഉണ്ടാക്കുന്നത് രണ്ട് റെസിസ്റ്റേഴ്സാണ്. ഒന്ന് ആർ ഇ ഡാഷും അതുപോലെ തന്നെ ഒന്ന് ആർ ഇയും. അപ്പോൾ നമുക്ക് സെറ്റ് ഔട്ടിന് എന്ത് എഴുതാം? രണ്ടും പാരലൽ ആയതുകൊണ്ട് സെറ്റ് ഔട്ട് ഈക്വൽ ടു ആർ ഇ പാരലൽ ടു ആർ ഇ ഡാഷ് എന്ന് എഴുതാം. ആർ ഇയുടെ വാല്യൂ എപ്പോഴും ആർ ഇ ഡാഷിനെയും കാട്ടിലും ഹയർ വാല്യൂ ആണ്. അപ്പോൾ ലാർജർ വാല്യൂ നമുക്ക് ഡിനോമിനേറ്ററിൽ വരുമ്പോൾ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു മൈന്യൂട്ടായിട്ടുള്ള വാല്യൂ ആവും. നമുക്കത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ സെറ്റ് ഔട്ട് ഈക്വൽ ടു എന്ത് എഴുതിയാൽ മതി? ആർ ഇ ഡാഷ് എന്ന് എഴുതിയാൽ മതി.
കോമൺ കളക്ടർ ആംപ്ലിഫയർ നമ്മൾ ഇമ്പിഡൻസ് മാച്ചിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. ഇമ്പിഡൻസ് മാച്ചിങ് എന്ന് പറയുമ്പോൾ ഒരു ഹൈ ഇമ്പിഡൻസ് സോഴ്സിനെ ലോ ഇമ്പിഡൻസ് ഉള്ള ഔട്ട്പുട്ടുമായിട്ട് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോമൺ കളക്ടർ ആംപ്ലിഫയേഴ്സ് യൂസ് ചെയ്യുന്നത്. കോമൺ കളക്ടർ ആംപ്ലിഫയർ അല്ലെങ്കിൽ എമിറ്റർ ഫോളോവർ ഇതിന് ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസും അതുപോലെ തന്നെ ലോ ഔട്ട്പുട്ട് ഇമ്പിഡൻസും ആയിരിക്കും. എന്തിനാണ് നമ്മൾ ഇമ്പിഡൻസ് മാച്ചിങ് ചെയ്യുന്നത്? നീഡ് ഫോർ ഇമ്പിഡൻസ് മാച്ചിങ് എന്ന് വെച്ചാൽ ഹൈ ഇമ്പിഡൻസ് ഉള്ള ഒരു സോഴ്സിനെ നമ്മളൊരു ലോ ഇമ്പിഡൻസ് ഉള്ള ലോഡുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കുന്ന ഒരുപാട് AC സിഗ്നൽസിൽ ആ ഒരു സോഴ്സിൻ്റെ ഇമ്പിഡൻസ് കാരണം ഡ്രോപ്പ് ആയി പോകും. നമുക്ക് ഔട്ടിൽ കിട്ടുന്നത് ഒരു വളരെ ചെറിയൊരു പോർഷൻ ഇൻപുട്ട് സിഗ്നൽ മാത്രമേ നമുക്ക് ആ ഔട്ട്പുട്ടിൽ ആ ലോഡിന് അക്രോസ് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ഡ്രോബാക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇമ്പിഡൻസ് മാച്ചിങ് സർക്യൂട്ട്സ് ആ ലോഡിനും സോഴ്സിൻ്റെ ഇടയിൽ യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഇമ്പിഡൻസ് മാച്ചിങ് സർക്യൂട്ട് നമ്മൾ കണക്ട് ചെയ്യുന്ന വഴി നമുക്ക് ഇൻപുട്ടിൽ കൊടുക്കുന്ന സിഗ്നൽസിൻ്റെ ഓൾമോസ്റ്റ് ആ ഒരു ഇൻപുട്ട് സിഗ്നൽ നമുക്ക് അത്രയും തന്നെ നമുക്ക് ലോഡിൽ കിട്ടും. ഇതാണ് ഇമ്പിഡൻസ് മാച്ചിങ് സർക്യൂട്ട്. ഫസ്റ്റ് ഫിഗറിൽ നോക്കുക. ഫസ്റ്റ് ഫിഗറിൽ ഒരു ഹൈ ഇമ്പിഡൻസ് ഉള്ള സോഴ്സും ഉണ്ട്, ഒരു ലോ ഇമ്പിഡൻസ് ഉള്ള ലോഡും ഉണ്ട്. അപ്പോൾ ഈ ഒരു രണ്ട് സർക്യൂട്ട്സിൻ്റെയും ഇടയിൽ നമ്മൾ ഇമ്പിഡൻസ് മാച്ചിങ് സർക്യൂട്ടായിട്ടുള്ള നമ്മൾ എമിറ്റർ ഫോളോവർ കണക്ട് ചെയ്യും. നമുക്ക് ആ ഒരു സിഗ്നലിൻ്റെ ഡ്രോപ്പ് ചെയ്യുന്ന ഒരു ഡ്രോബാക്ക് നമുക്ക് ഒരു ഇമ്പിഡൻസ് മാച്ചിങ് കാരണം ഒഴിവാക്കാം. ഇനി അപ്ലിക്കേഷൻസ് ആണ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ കോമൺ കളക്ടർ ആംപ്ലിഫയർ നമുക്ക് ഇമ്പിഡൻസ് മാച്ചിങ് സർക്യൂട്ട്സിൽ യൂസ് ചെയ്യും. അതുപോലെ അതൊരു സ്വിച്ചിങ് സർക്യൂട്ടായിട്ട്, വോൾട്ടേജ് ബഫറായിട്ട്, അതുപോലെ സർക്യൂട്ട് ഐസൊലേഷന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ കോമൺ കളക്ടർ ആംപ്ലിഫയേഴ്സ് യൂസ് ചെയ്യും. ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോമൺ ബേസ് ആംപ്ലിഫയർ ആണ്. അപ്പോൾ കോമൺ ബേസ് ആംപ്ലിഫയർ എന്ന് പറയുമ്പോൾ ഒരു ആംപ്ലിഫയറിൻ്റെ ബേസ് ടെർമിനൽ എന്ന് പറയുന്നത് ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും കോമൺ ആയിരിക്കും. ഈ ഒരു സർക്യൂട്ട് നോക്കിയാൽ കാണാം ട്രാൻസിസ്റ്ററിൻ്റെ ബേസ് ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും കോമൺ ആണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഇൻപുട്ട് സിഗ്നലും ഔട്ട്പുട്ട് സിഗ്നലും കോമൺ കളക്ടറിലേതുപോലെ തന്നെ ഇൻഫേസ് ആയിരിക്കും. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇൻപുട്ട് എമിറ്റർ ടെർമിനലിനെ ക്രോസ് ആയിട്ടും ഔട്ട് എടുക്കുന്നതിൻ്റെ കളക്ടർ ടെർമിനലിൽ നിന്നുമായിരിക്കും. ഇൻപുട്ട് കറണ്ട് ആയിട്ടുള്ള എമിറ്റർ കറണ്ടിൽ എന്തെങ്കിലും ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അത് നേരെ നമ്മൾ കളക്ടർ കറണ്ട്, അതായത് നമ്മൾ ഔട്ട്പുട്ട് കറണ്ടിനെ എഫക്റ്റ് ചെയ്യും. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഐ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു IC ആണ്. അപ്പോൾ ഇതിലൊരു ചേഞ്ച് ഉണ്ടായിക്കഴിഞ്ഞാൽ IEയിലൊരു ചേഞ്ച് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഡയറക്റ്റ് എന്ത് ചെയ്യും? ICനെ എഫക്റ്റ് ചെയ്യും. അപ്പം നമ്മൾ കൊടുക്കുന്നത് ഒരു ട്രാൻസിസ്റ്ററിൻ്റെ മേജർ കറണ്ട് എന്ന് പറയുന്നത് അതിൻ്റെ എമിറ്റർ ടെർമിനലായിരിക്കും. അതായത് എമിറ്റർ കറണ്ട് ആയിരിക്കും ആ ഒരു ട്രാൻസിസ്റ്ററിൽ ഏറ്റവും വലിയ കറണ്ട് വരിക. കാരണം IA എന്ന് പറയുന്നത് ബേസ് കറണ്ടിൻ്റെയും കളക്ടർ കറണ്ടിൻ്റെയും സമ്മാണ്. അപ്പോൾ നമ്മൾ എമിറ്റർ കറണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഇൻപുട്ട് സിഗ്നലിലാണ് വരുന്നത്. അപ്പോൾ ഇൻപുട്ട് സിഗ്നൽ സോഴ്സിൽ ഈ ഒരു സർക്യൂട്ടിൻ്റെ മേജർ കറണ്ടും വരുമ്പോൾ നമുക്ക് ഔട്ടിൽ കിട്ടുന്ന കറണ്ട് എന്ന് പറയുന്നത് എന്ത് ചെയ്യും? കുറഞ്ഞിട്ടായിരിക്കും. അതേ സമയത്ത് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് ബേസിലേക്കാണ് വെച്ചാൽ, അതായത് ബേസിലാണ് ഏറ്റവും ചെറിയ കറണ്ട് ജനറേറ്റ് ചെയ്യുന്നത് ഒരു ട്രാൻസിസ്റ്ററിൽ. അപ്പോൾ ഒരു ചെറിയ കറണ്ട് ബേസിൽ ജനറേറ്റ് ചെയ്യുന്ന വഴി നമുക്ക് ഔട്ടിലൊരു ലാർജർ കറണ്ട് കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ എമിറ്ററിലേക്കാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്. അപ്പോൾ എമിറ്ററിലാണ് മേജർ കറണ്ട് ഉണ്ടാവുക. ഈ മേജർ കറണ്ടിനും ഹാൻഡിൽ ചെയ്യുന്നത് നമ്മളെ ഇൻപുട്ട് സിഗ്നൽ സോഴ്സ് ആയിരിക്കും. ആ ഒരു പക്ഷം നമുക്ക് എന്ത് ചെയ്യില്ല, അപ്പോൾ ഔട്ടിൽ നമുക്ക് അവിടെ കറണ്ടിൻ്റെ വാല്യൂ കുറഞ്ഞു വരും. അതായത് നമുക്ക് എമൗണ്ട് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇൻപുട്ടിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു റീസൺ കാരണം നമുക്ക് കോമൺ ബേസിൻ്റെ കറണ്ട് ഗെയിൻ എന്ന് പറയുന്നത് <1 ആയിരിക്കും. അതായത് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇൻപുട്ടിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറവായിരിക്കും. അപ്പോൾ ഗെയിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് <1 ആയിരിക്കും. <1 എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ അവിടെ കറണ്ടിനെ അത് ആംപ്ലിഫൈ ചെയ്യുന്നില്ല. കോമൺ ബേസ് ആംപ്ലിഫയറിൽ കറണ്ടിനെ ആംപ്ലിഫൈ ചെയ്യുന്നതിന് പകരം അത് അവിടെ അറ്റൻവേറ്റ് ചെയ്യാണ്. അതായത് ആംപ്ലിഫൈ ചെയ്യുന്നില്ല എന്നല്ല, ആംപ്ലിഫൈ ചെയ്യുന്നതിൽ കൂടുതൽ അതിനെ അറ്റൻവേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി വോൾട്ടേജ് ഗെയിന് ഒരു ഹൈ വോൾട്ടേജ് ഗെയിനാണ്. കറണ്ട് ഗെയിൻ എന്ന് പറയുന്നത് യൂണിറ്റിയാണ്. പവർ ഗെയിൻ കുറവാണ്. അതുപോലെ തന്നെ ലോ ഇൻപുട്ട് ഇമ്പിഡൻസും ഹൈ ഔട്ട്പുട്ട് ഇമ്പിഡൻസാണ് കോമൺ ബേസ് ആംപ്ലിഫയറിന്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു IE എന്ന് പറയുന്നത് IB + IC ആണ്. കറണ്ട് ഗെയിൻ ആൽഫ = IC/IE ആണ്. നമ്മൾ മുന്നേ ബീറ്റയുടെ വാല്യൂ പറഞ്ഞതാണ്. ബീറ്റ എന്ന് പറയുന്നത് IC/IB ആണ്. അപ്പോൾ ICക്ക് നമുക്ക് ഈ ഒരു മുകളിലുള്ള രണ്ട് ഇക്വേഷൻസ് നമുക്ക് IC എന്ന് പറഞ്ഞ രണ്ട് ഇക്വേഷൻസ്, ഇത് IC = ആൽഫ × IE, അതുപോലെ തന്നെ IC = ബീറ്റ × IB. അപ്പോൾ ഈ ഒരു റിലേഷൻ വെച്ചിട്ടാണ് നമ്മൾ ആൽഫയും ബീറ്റയും തമ്മിലുള്ള റിലേഷൻ്റെ ഇക്വേഷൻസ് ഉണ്ടാക്കിയത്. അപ്പോൾ ആൽഫ = ബീറ്റ/IB
ബീറ്റ പ്ലസ് 1. അതുപോലെ തന്നെ ബീറ്റ ഈക്വൽ ടു ആൽഫ ബൈ 1 മൈനസ് ആൽഫ. അത് രണ്ടും അതിൻ്റെ തമ്മിലുള്ള റിലേഷനാണ്. ഇതിൻ്റെ കറണ്ട് ഗെയിൻ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ആൽഫയാണ്. കറണ്ട് ഗെയിൻ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് കറണ്ട് ബൈ ഇൻപുട്ട് കറണ്ട്. ഇവിടെ ഔട്ട്പുട്ട് കറണ്ട് പറഞ്ഞാൽ കളക്ടർ കറണ്ടും ഇൻപുട്ട് കറണ്ട് പറഞ്ഞാൽ എമിറ്റർ കറണ്ടുമാണ്. അപ്പോൾ ആൽഫ പറയണ നമ്മൾ കറണ്ട് ഗെയിൻ ആൽഫ ഈക്വൽ ടു ഐ സി ബൈ ഐ ഇ. നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് എമിറ്റർ കറണ്ട് ആയിരിക്കും ഒരു ട്രാൻസിസ്റ്ററിൻ്റെ ഏറ്റവും വലിയ കറണ്ട്. അപ്പോൾ ഐ ഇ എന്ന് പറയുന്നത് ഐ സിനേക്കാളും വലിയ വാല്യൂ ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു റിലേഷൻ എടുക്കുമ്പോൾ ഗെയിൻ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, ലെസ് ദാൻ 1 ആയിരിക്കും കോമൺ ബേസിൽ. ഇനി ഇതിൻ്റെ ഇൻപുട്ട് ഇമ്പിഡൻസ് ആണ്. ഇൻപുട്ട് ഇമ്പിഡൻസ് സെല്ലിൻ ഈക്വൽ ടു ആർ ഇ പാരലൽ ടു ആർ ഇ ഡാഷ്. ആർ ഇ ഡാഷ് എന്ന് പറയുന്നത് അതിൻ്റെ എ സി എമിറ്റർ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ആർ ഇയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ ആണ് ആർ ഇ ഡാഷ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അത് പാരലൽ കണ്ടീഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു ഗ്രേറ്റർ വാല്യൂ ഡിനോമിനേറ്ററിൽ വരുമ്പോൾ അതിൻ്റെ വാല്യൂ എന്താവും, ചെറിയ വാല്യൂ റിസൾട്ടായിട്ട് വരിക. അപ്പോൾ നമുക്ക് സെഡിൻ ഈക്വൽ ടു എന്താ എഴുതാം, ആർ ഇ ഡാഷ് എന്ന് എഴുതാം. ഔട്ട്പുട്ട് ഇമ്പിഡൻസ് സെറ്റ് ഔട്ട് ഈക്വൽ ടു ആർ സി കളക്ടർ റെസിസ്റ്റൻസ്. വോൾട്ടേജ് ഗെയിൻ നോക്കുക. വോൾട്ടേജ് ഗെയിൻ്റെ ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്യണത് നമുക്കറിയാം. വി ഔട്ട് എന്ന് പറയുന്നത് വി ഔട്ട് ബൈ വി ഇന്നാണ് കറണ്ട് വോൾട്ടേജ് ഗെയിൻ. ഇപ്പോൾ വി ഔട്ടിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ I0 ഇൻറ്റു ആർ സി. ഐ ഔട്ട് അല്ലെങ്കിൽ I0 ഇൻറ്റു ആർ സി ആണ്. I0 എന്ന് പറഞ്ഞാൽ നമ്മൾ കളക്ടർ കറണ്ടാണ് നമ്മൾ ഔട്ട്പുട്ട് കറണ്ട്. അപ്പോൾ വി ഔട്ട് ഈക്വൽ ടു എന്താ, ഐ സി ഇൻറ്റു ആർ സി. വി ഈക്വൽ ടു ഐ ആർ എന്നുള്ള രീതിയിൽ ഐ സി ഇൻറ്റു ആർ സി. ആൽഫയുടെ ഇക്വേഷൻ എന്താ, ആൽഫ ഈക്വൽ ടു ഐ സി ബൈ ഐ ഇ ആണ്. അപ്പോൾ ഇതൊന്ന് ഐ സി എന്ന് പറഞ്ഞാൽ എന്താ, ആൽഫ ഇൻറ്റു ഐ ഇ. വി ഔട്ട് എന്ന് പറയുന്നത് ഐ സി ഇൻറ്റു ആർ സി ആണ്. അപ്പോൾ ഐ സിക്ക് വേറൊരു വാല്യൂ കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ വി ഔട്ട് ഈക്വൽ ടു ആൽഫ ഇൻറ്റു ഐ ഇ ഇൻറ്റു ആർ സി എന്ന് എഴുതി. ഐ ഇ എന്ന് പറയുന്നത് നമ്മൾ ഇവിടുത്തെ ഇൻപുട്ട് കറണ്ടാണ്. അപ്പോൾ ഇൻപുട്ട് കറണ്ട് ഐ ഈക്വൽ ടു വി ബൈ ആർ ആണ്. അപ്പോൾ ഐ ഇ ഈക്വൽ ടു ഇൻപുട്ട് വോൾട്ടേജ് വി ഐ ഇൻ, അതായത് വി ഇൻ ഡിവൈഡഡ് ബൈ അവിടെ ഉണ്ടാകുന്ന റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ആർ ഇ ഡാഷ് ആണ്. അപ്പോൾ ഈ ഒരു വാല്യൂ നമുക്ക് ആ എബോവ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് വോൾട്ടേജ് ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ വോൾട്ടേജ് ഗെയിൻ എ വി ഈക്വൽ ടു വി ഔട്ട് ബൈ വി ഇൻ ആണ്. വി ഔട്ടിന് പറഞ്ഞ് എന്ത് ചെയ്താൽ മതി, ഈ ഒരു ഇക്വേഷൻ 3 നമ്മൾ ഈ ഒരു ഐയുടെ വാല്യൂ കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്ത് എഴുതാം, ആൽഫ ഇൻറ്റു വി ഇൻ ബൈ ആർ ഇ ഡാഷ് ഇൻറ്റു ആർ സി. അത് ഈ ഒരു എബോവ് ഇക്വേഷൻ. പിന്നെ ഡിനോമിനേറ്ററിലുള്ള വീൻ എന്ത് എഴുതി, ഇൻറ്റു 1 ബൈ ഐ എന്ന് എഴുതി. വീനും ക്യാൻസലായിട്ട് ബാലൻസ് എന്ത് വരും, ആൽഫ ഇൻറ്റു ആർ സി ബൈ ആർ ഇ ഡാഷ് ആണ് നമ്മൾ കോമൺ ബേസിൻ്റെ വോൾട്ടേജ് ചെയ്യാനുള്ള ഇക്വേഷൻ. കോമൺ ബേസിൻ്റെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കോമൺ ബേസ് ആംപ്ലിഫയേഴ്സ് നമ്മൾ യൂസ് ചെയ്യുക. മൂവിങ് കോയിൽ മൈക്രോഫോൺ പ്രീ ആംപ്ലിഫയേഴ്സ്, അത് മൂവിങ് കോയിൽ മൈക്രോഫോൺസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് കോമൺ ബേസ് ആംപ്ലിഫയേഴ്സ് ആണ്. അതുപോലെ തന്നെ UHF ആൻഡ് VHF RF ആംപ്ലിഫയേഴ്സ്. UHF എന്ന് പറഞ്ഞാൽ അൾട്രാ ഹൈ ഫ്രീക്വൻസി, VHF എന്ന് പറയുന്നത് വെരി ഹൈ ഫ്രീക്വൻസി. റേഡിയോ ആംപ്ലിഫയേഴ്സിലാണ് നമ്മൾ റേഡിയോ ഫ്രീക്വൻസി ആംപ്ലിഫയേഴ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് കോമൺ ബേസ് ആംപ്ലിഫയേഴ്സ് ആണ്. അൾട്രാ ഹൈ ഫ്രീക്വൻസി RF ആംപ്ലിഫയേഴ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുന്നത് 300 MHz മുതൽ 3 GHz, അതായത് 300 MHz മുതൽ 3 GHz വരെ റേഞ്ചിലാണ് നമ്മൾ അൾട്രാ ഹൈ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. വെരി ഹൈ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി റേഞ്ച് 30 MHz മുതൽ 300 MHz വരെയാണ്. അപ്പോൾ ജസ്റ്റ് ആ വാല്യൂസ് ഒന്ന് ഓർത്ത് വെച്ച് വയ്ക്കുക. അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് നമ്മളിതിനൊരു വോൾട്ടേജ് ആംപ്ലിഫയർ ആയിട്ട് യൂസ് ചെയ്യും. അതുപോലെ തന്നെ അതിനൊരു കറണ്ട് ബഫറായിട്ട് യൂസ് ചെയ്യും. ഇതിന് കറണ്ട് ബഫറായിട്ട് യൂസ് ചെയ്യാനുള്ള മെയിൻ റീസൺ ഇതിൻ്റെ ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കുറവാണ്. അപ്പോൾ നമ്മൾ ഇൻപുട്ട് കറണ്ടിനായിട്ട് ലോ ഇൻപുട്ട് ഇമ്പിഡൻസിൽ അത് എടുത്തിട്ട് അതിനെ ഡെലിവറി ചെയ്യുന്നത് ഒരു ഹയർ ഇമ്പിഡൻസ് ഔട്ട്പുട്ടിലേക്ക് കൊടുക്കുന്നത്. ഡിസഡ്വാൻറ്റേജസ് എന്ന് വെച്ചാൽ ഇതിന് നമുക്ക് 2 DC പവർ സോഴ്സ്, നമ്മൾ സർക്യൂട്ടിൽ കണ്ടതാണ്, നമുക്ക് 2 DC പവർ സോഴ്സ് ഇത് വേണം ഈ ഒരു സർക്യൂട്ട് വർക്ക് ചെയ്യാൻ. പിന്നെ അതുപോലെ തന്നെ ഇത് മാച്ചിങ് സർക്യൂട്ടിനെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അതിൻ്റെ ലോ ഇൻപുട്ട് ഇമ്പിഡൻസും ഹൈ ഔട്ട്പുട്ട് ഇമ്പിഡൻസുമാണ്. ഇതിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത് കോമൺ എമിറ്റർ ആംപ്ലിഫയറിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ്. അതുപോലെ തന്നെ ആംപ്ലിഫിക്കേഷൻ ഫാക്ടറും കോമൺ ബേസിന് കോമൺ എമിറ്റർ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറവാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ്. ഇനി ഇത് 3 കോൺഫിഗറേഷൻ ഉണ്ട്: കോമൺ ബേസ്, കോമൺ എമിറ്റർ, അതുപോലെ കോമൺ കളക്ടർ. അപ്പോൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ടുള്ളൊരു കമ്പാരിസനാണ്. അതിൻ്റെ ഇൻപുട്ട് റെസിസ്റ്റൻസ്, ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്, കറണ്ട് ഗെയിൻ, വോൾട്ടേജ് ഗെയിൻ, അതുപോലെ തന്നെ ഫേസ് റിലേഷൻ ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്, പിന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻസ്. അപ്പോൾ ആ ഒരു 3 അപ്പോൾ നമ്മൾ ഇത്രയും ദിവസം പഠിച്ചതിൻ്റെ ഈ ഒരു 3 കോൺഫിഗറേഷൻ്റെയും കൂടി ഒരൊറ്റ ബോക്സിലാക്കിയിട്ട് ആ ഒരു കമ്പാരിസനാണ് ഈ ഒരു ഇത്.